നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഞങ്ങൾക്ക് മുഴുവൻ ആൾക്കാർക്ക്, ഞങ്ങളുടെ കൗമുദി ടീമിൻ്റെ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ള എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ് ഇന്ന്. അത് വേറൊന്നല്ല, ഞങ്ങളുടെ ജൈത്ര യാത്ര ആരംഭിച്ചിട്ട്, ചേരയിൽ തുടങ്ങിയ യാത്ര ആരംഭിച്ചിട്ട് ഇന്ന് ഞങ്ങളുടെ 1200ാമത്തെ എപ്പിസോഡ് പോവുകയാണ്. ഏറ്റവും സന്തോഷം, ഏറ്റവും നന്ദി പറയേണ്ടത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ലോകമെമ്പാടുമുള്ള മലയാളികൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ വിജയിപ്പിച്ച, നമ്മുടെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാം തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള മലയാളികളാണ്, എല്ലാവരുമാണ്. പക്ഷേ അതിലുപരി നമ്മൾ ഇതിൽ നന്ദി പറയേണ്ട കുറേ ആൾക്കാരുണ്ട്. ഒന്ന്, നമ്മുടെ ടീം അംഗങ്ങൾ, നമ്മുടെ ടീം വർക്ക് കൊണ്ട് മാത്രമേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ. അതോടൊപ്പം തന്നെ മാറി മാറി വന്ന സർക്കാരുകൾ, അന്നത്തെ വനം വകുപ്പിൻ്റെ അധികാരികൾ, വനം വകുപ്പ് ഓഫീസർമാർ, അതുപോലെ നമ്മുടെ SFO, താഴത്തെ ഗാർഡ് മുതൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വരെ ഉൾപ്പെടെയുള്ള എല്ലാവരോടും നമ്മൾ നന്ദി അറിയിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ലോകമെമ്പാടുമുള്ളവർക്ക് നമ്മുടെ 1200ാമത്തെ എപ്പിസോഡിൽ ഒരു ബിഗ് സല്യൂട്ട്. സന്തോഷം. നമുക്ക് എന്തെങ്കിലും സമയം കളയാനില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് കരിക്കകം എന്ന് പറയുന്ന സ്ഥലത്ത് പ്രിയപ്പെട്ട നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലൊരു അമ്മ പുറത്ത് നിൽക്കുമ്പോൾ 2 3 അതിഥികൾ ഇങ്ങനെ ഇഴഞ്ഞു പോയി ഒരു ഷെഡിനകത്ത് കയറി എന്ന് പറയുന്നുണ്ടായിരുന്നു. അടിപൊളി. എന്തായാലും 2 സൈഡിലും കാടാണ്. ഇവിടെ പാമ്പില്ലെങ്കിൽ അത് അത്ഭുതമുള്ളൂ. നമ്മളിവിടെ ഒരുപാട് പാമ്പ് പദ്ധതികളെ പിടികൂടിയ സ്ഥലം കരിക്കാമെന്നൊക്കെ പറയാൻ നമുക്ക് തെങ്ങി കയറാൻ പോയ ഒരു ചേട്ടനെ കാലിൽ അണലി അടിച്ച് നമ്മൾ പാമ്പിനെ എടുത്ത് ആ ചേട്ടനെ പരിചയപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സമയങ്ങളിൽ നമ്മൾ പാമ്പിനെ അതിലെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഹലോ, നമസ്കാരം അണ്ണാ. എവിടെയുണ്ടെന്ന് പറയാം? ഇവിടെ ആളുണ്ട്. ആ 2 എന്താണെന്ന് കണ്ടായിരുന്നോ? അതേ കണ്ടുള്ളൂ, എന്താണെന്ന് അറിയില്ല. നമസ്കാരം ജി, സന്തോഷം. ഇവിടെ ഉണ്ടായിരുന്നല്ലേ? നിൽക്കായിരുന്നു ആ സമയം തൊട്ട്? നമസ്കാരം. ഇതിനകത്ത് ഒളിച്ചിരിക്കായിരുന്ന? അടിപൊളി. കണ്ട സമയം തൊട്ട് ഇവിടെ ഉണ്ട് 2 പേരും. നിങ്ങൾ 2 പേരും പോയിട്ടില്ല. ഇപ്പോൾ പാമ്പിൻ്റെ എണ്ണം വളരെ കൂടുതൽ ഈ ഒരു മേഖല, ബൈപ്പാസിനോട് ചേർന്ന്, ഹൈവേ റെയിൽവേയുടെ ഒക്കെ ചേർന്നല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി നോക്കിയാലേ പറ്റുള്ളൂ. കാരണം ഇതിനകത്തൊക്കെ നോക്കണമെങ്കിൽ നമ്മൾ ഒരു സൈഡ് വൃത്തിയാക്കണം. ഒരു സൈഡ് കഴിയുമ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ഇത്രയും ക്ലിയർ ആക്കിക്കൊണ്ട് നമ്മൾ ഓരോ സൈഡ് നോക്കി പോകണമെങ്കിൽ, അപ്പോൾ നമ്മൾ ആദ്യം ഈ താടി ഇങ്ങനെ സാധനങ്ങളൊന്ന് മാറ്റി നോക്കാം. എന്തായാലും ഇവിടെയെങ്ങും ഇരിക്കേണ്ട അധികം സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഉണ്ടെന്ന് പറയാൻ ആ ഒരു മൂല കുറച്ച് സാധനം അടിക്കുന്നില്ല. ഇവിടെയെങ്ങും എന്താ പറയുക, ഈ കാണുന്ന പൈപ്പും കാര്യങ്ങളൊക്കെ അടിയിലോട്ടൊന്നുമില്ല. പക്ഷേ ആ മൂലയ്ക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതുവഴി വെളിയിൽ പോകാനായിട്ട് സാധ്യതയില്ല. നല്ല ടൈറ്റാക്കി അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും കുറേച്ച ഈ മേശ ഇങ്ങോട്ട് വെളിയിലോട്ടാണ്. എല്ലാം കൂടി നമ്മൾ ഇതിനകത്തിട്ടിട്ട് നിന്നാൽ ഒന്നും നടക്കത്തില്ല. കണ്ടോ, ഇത് ഇന്നോ ഇന്നലെ വന്നെന്ന് പറയാൻ പറ്റില്ല. ഇത് കണ്ടോ, ഇത് മോഷൻ കണ്ടോ, ഇതിൻ്റെ പാമ്പിൻ്റെ മോശം കണ്ടോ, അതിൻ്റെ കാഷ്ടം കണ്ടോ. ഇതൊരു 2-3 മണിക്കൂർ മുന്നേ ഉള്ളതാണ്. ഇതാ നമുക്ക് അതിൻ്റെ കാഷ്ടമാണത്. ഇതിൻ്റെ ഇതാണ്ടോ, അടുത്തത് ഇതാണ്ടോ, ഇതിൻ്റെ ചട്ട കണ്ടോ. ഈ ചട്ട, ഇത് ചേരയുടെ ചട്ട. ഈ കാണുന്ന ചട്ട ചേരയുടെ ചട്ട. പക്ഷെ കുറച്ചേ ഉള്ളൂ, ഫുള്ളല്ല, കുറച്ചേ ഉള്ളൂ. അതിലും കാഷ്ടമുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ വെളിയിലോട്ടിടാം. വെളിയിലോട്ട് തന്നെ ഇടാം.
കാണാം. ഈ ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ. കുങ്കിതിനെ പതുക്കെ അങ്ങ് വലിക്കാമോ? പതുക്കെ 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 ഇങ്ങോട്ട് വെച്ചാലും മതി. ബാക്കിയും ചട്ട, ഇതും ചേരയുടെ ചട്ട. ഇതുണ്ട ഈ ഡൈസിനറിയാം, നമ്മുടെ പ്രേക്ഷകർ എപ്പോഴും ഓർത്ത് വെക്കണം. ഈ ഡയമണ്ട് ഡിസൈൻ, അതായത് ഈ 4 മൂലമുള്ളത് ചേരയുടെ ചട്ടയാണ്. ചിലപ്പോൾ തലയുടെ ചേരയുടെ ചട്ട, ചേരയുടെ പട്ടത്തിന് ഓവൽ ഷേപ്പ് ഉണ്ടാവും. അതിന് ഒരു താഴോട്ട് ഒരു 1.5 അടി മാറി വരുമ്പോൾ നീളം വെക്കുന്നതനുസരിച്ച്, സൈസ് വെക്കുന്നതനുസരിച്ച് ഈ പാറ്റേൺ വേണ്ട ഡൈസിൽ ചേര. നമ്മുടെ പരിസരത്തവണ ഇതേ ഡിസൈനിൽ വലിയ പടം കണ്ടാൽ അപ്പോൾ ചേരയാണെന്ന് വിചാരിക്കും. പക്ഷേ ഇതേ സെയിമാണ് രാജവമ്പലയ്ക്കും. കാരണം നമുക്ക് രാജവമ്പല ഇവിടെ ഇല്ല, കാട്ടിലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മാനമേലുള്ളവരും പറയേണ്ട കാര്യമില്ല. ഇതുണ്ട് വീണ്ടും മോശം, കണ്ടോ കഷ്ടം, കണ്ടോ. ഇതൊരു 3-4 ദിവസം പഴക്കമുള്ള, 3-4 ദിവസം പഴക്കമുള്ള, കണ്ടോ 3-4 ദിവസം പഴക്കമുള്ള മോഷണം. അപ്പോൾ ഇത് കുറ്റം പറയാൻ പറ്റില്ല, അത് പറമ്പ് ഇങ്ങനെ തുറന്നു കിടക്കല്ലേ. അപ്പം അവർക്ക് വരികയും ചെയ്യാം, പോവുകയും ചെയ്യാം. അടിപൊളി. എന്തായാലും അമ്മ കണ്ടത് ഞാനല്ല, ഞാൻ സാധനം എടുത്തപ്പം അതേ ഗുണം പറഞ്ഞു കണ്ടതായിരിക്കും. ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒന്നും പോയിട്ടുണ്ട്. നല്ല സൈസുള്ളൊരു ചേര അല്ല, നല്ല ഒന്നൊന്നര ഒരു മൂർഖനാണ് നമ്മളവിടെ കണ്ടത്. നമ്മൾ ചട്ട കറക്റ്റായിട്ട് കണ്ടു. ചട്ട ചേരയുടെ ചട്ടയാണ്, പക്ഷേ മോഷൻ ഈ മോഷൻ മൂർഖൻ്റെ മോഷൻ. അപ്പോൾ എനിക്കതാണ് സംശയം വരാൻ കാരണം. ആ ആദ്യം കണ്ട വെള്ള മോഷൻ മൂർഖൻ്റെ കോബ്രയുടെ മോഷനാണ്. മറ്റത് പഴയ മോഷൻ ചേരയുടെ മോഷൻ. നമ്മൾ കണ്ടു മൂർഖൻ അധികം അതിനകത്ത് ഇരിപ്പുണ്ട്. ആയിരത്തി 200ാമത്തെ എപ്പിസോഡിൽ വിശിഷ്ടനായ അതിഥി ആ പൈപ്പിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അടിപൊളി മാത്രമല്ല, നോക്കിക്കോളൂ, നമ്മൾ ഒരു ചെറിയ പ്രത്യേകത ഉണ്ട്. എന്തെന്നറിയാം, ഡബിൾ കണ്ണാടിയിൽ നിങ്ങൾ നോക്കൂ, പെട്ടെന്ന് ഇങ്ങനെ പത്തി കൊടുത്ത് പണിയാൻ ശ്രദ്ധിക്കുക. ഡബിൾ കണ്ണാടി ഇങ്ങനെ ഇറുപോലെ വരുന്ന കണ്ണാടി നടുക്കൂടിയാണ്. നടുക്കൂടി ഒരു ചെറിയ മാറ്റം കണ്ടോ. കണ്ണുണ്ട്, 2 കണ്ണ് കറക്റ്റ്. നമുക്ക് നടുക്കൂടി ഒരു എന്താ പറയുക, ആ ഹാർട്ടിൻ്റെ ചിഹ്നം പോലെ കണ്ടോ. നടുക്ക് വന്നിട്ട് വീണ്ടും താഴെ കറക്റ്റ് ബട്ടർഫ്ലൈ പോലെ കണ്ടോ. നോക്കിക്കോളൂ, 2 കറക്റ്റ് ബട്ടർഫ്ലൈ പോലെ. അതിൻ്റെ പുറകോശം നോക്കിക്കോളൂ. നോക്ക് പടമൊക്കെ പൊഴിച്ചാണ്. ആ പടം നോക്കിക്കോളൂ. കറക്റ്റ് കടുവ ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ടൈഗർ ബട്ടർഫ്ലൈ എന്നൊക്കെ പറയുമ്പോഴത്തെ കണ്ണുണ്ട്. ആ കറക്റ്റാണ്. മറ്റേത് നമ്മൾ ശ്രദ്ധിക്കാറില്ല, 2 ഇങ്ങനെ വന്ന് മടങ്ങി തിരിച്ച് യു പോലെ വന്ന് മടങ്ങും. പക്ഷേ ഇതല്ല, ഇതിൽ നല്ല, പക്ഷേ ആൾ ഫീമെയിലാണ്, നല്ല ആക്റ്റീവാണ്. പക്ഷേ എന്തായാലും അതോടെ ഇരിക്കട്ടെ. നമ്മുടെ അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ 2 പേരുണ്ടെന്നാണ്. അപ്പോൾ ഒരാളിനെ എന്തായാലും നമ്മളും കണ്ടു. അപ്പോൾ നമ്മൾ ഇനി മറ്റേ ആൾ ആരാണെന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ അതോടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിനി ഇവർ പറഞ്ഞ കണക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരൊറ്റ പൈപ്പ് മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ആ അമ്മ പറഞ്ഞു വെച്ചാൽ കറക്റ്റ് 2 വാൽ ഒരുമിച്ച് കണ്ടു, 2 വാൽ അടുത്തടുത്ത് കണ്ടു എന്നാണ്.
അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. ഇതിനകത്ത് ഒരാളുണ്ട്, പക്ഷേ അത് ആളാരാണെന്ന് അടിപൊളിതാ ചേര. രണ്ട് തലയുണ്ട് ഇവിടെ, രണ്ട് തല ചേര തന്നെയാണ്. രണ്ട് തല നോക്കിയോ, രണ്ട് തല ഒരുപോലെ വന്നിട്ടുണ്ട്. വേറെ പ്രത്യേകം എന്നറിയാം, അതിൻ്റെ കയ്യിൽ ഇതിലാരെങ്കിലും നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ഈ നോവ് മിക്കവാറും തട്ടിയേനെ. കാരണം വെച്ചാൽ ഇവർ മൂർഖന് നമ്മുടെ തയ്യൽ മെഷീൻ്റെ പുറത്ത് പടം പൊഴിച്ചിട്ടുണ്ടായിരുന്നു. ചട്ട പൊഴിച്ച ചേരയാണെങ്കിലും ആ മോഷൻ അതിൻ്റെ കാഷ്ടം പാസ് ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ച് നേരം അതിനകത്ത് വന്നിട്ട്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരെ കണ്ടിട്ട് ഇദ്ദേഹത്തിനെ കണ്ടിട്ട് പേടിച്ചിട്ടായിരിക്കും ഈ രണ്ടുപേരുടെ ഓടി പുറത്തേക്ക് പോകാൻ നോക്കി. അപ്പോൾ എനിക്ക് അമ്മയെ കണ്ടുകൊണ്ട് പെട്ടെന്ന് അകത്തേക്ക് കയറിയത്. ഓടിയല്ല, എഴഞ്ഞു. രണ്ട് തലയുണ്ട്. അപ്പോൾ നമ്മൾ അമ്മ കണ്ടത് ശരിയല്ല. എന്തായാലും അന്ന് പുള്ളിക്കാരൻ രജിച്ചേട്ടൻ വിളിച്ചപ്പോഴേ പറഞ്ഞു രണ്ട് വലിയ വലിയ മൂർഖനെന്നാണ് പറഞ്ഞത്. എന്തായാലും സന്തോഷം. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. വേണ്ട, ഒന്ന് അടുത്ത ആൾ ഇപ്പോൾ പോയി. വേണ്ട, പ്രിയപ്പെട്ട രജിത്തേട്ടൻ എൻ്റെ പറഞ്ഞു, സുരേഷ് പെട്ടെന്ന് സുരേഷ് എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു ഇങ്ങനെ പോത്തങ്കോട് വരുന്നുണ്ട്. അപ്പോൾ വലിയ രണ്ട് മൂർഖനാണ്, ഷെഡിനകത്ത് കയറി പെട്ടെന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തു. എന്താണെന്ന് അറിയാം, നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മുടെ 1200ാമത്തെ എപ്പിസോഡ്. അപ്പോൾ ഒരു തടിയ മൂർഖനെന്ന പുള്ളി പറഞ്ഞതും തെറ്റിയില്ല. നമ്മൾ കണ്ട് തടിയനാണല്ലേ പറഞ്ഞ് വിളിച്ച് എടുത്തിട്ടുണ്ട്, വലിയ മൂർഖനെ വിളി. അപ്പോൾ നമ്മൾ രണ്ട് മൂർഖൻ അറിയാമല്ലോ, നമ്മുടെ റെയിൽവേയുടെ സൈഡിലൊക്കെ ധാരാളം ഉണ്ടാവാം. അപ്പോൾ നമ്മളിവിടെ നിന്നപ്പോൾ 2 അല്ല 3 നമ്മുടെ കണക്കുകൂട്ടലിനപ്പുറം നമുക്കിന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ ഒരിക്കലും മറക്കാത്ത നമ്മുടെ എപ്പിസോഡ്, നമ്മുടെ 1200ാമത്തെ 11 വർഷം കഴിഞ്ഞ് 12 വർഷം കഴിയുന്ന എപ്പിസോഡ്. കൃത്യം കണക്കില്ല, 12 വർഷത്തോളം നമ്മുടെ യാത്ര. അത് നമ്മൾ ചേരയിൽ തുടങ്ങി 1200ാമത്തെ എപ്പിസോഡ് ചേരയിലും മൂർഖനിലുമാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട അമ്മ, ഇവിടുത്തെ വീടിൻ്റെ ഓണർ അമ്മ, ഇതേവരെ കണ്ടുടനെ രജിത്ത് അദ്ദേഹത്തിനെ വിളിച്ചു. അതേ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെയും കുട്ടികളെയും കൂടി നേരെ ഇവിടെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നു. നമ്മുടെ മക്കളൊക്കെ വെളിയിൽ പുറത്തെവിടെ പോയിരിക്കും. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഇന്നത്തെ യഥാർത്ഥ ഇതിലൊരു പ്രത്യേകതയുണ്ട്. ആ മൂർഖൻ അതിഥിയുടെ മോഷനാണ് നമ്മുടെ തയ്യൽ മെഷീൻ്റെ പുറത്തിരുന്നത്. ആ പലരെ ഇളക്കിയപ്പോയിരുന്നാണ് ഇവരുടെ മോഷൻ. പക്ഷേ വേറൊരു പ്രത്യേകത, ഇവർ 2 പേരും നമ്മൾ വിചാരിക്കുന്നത് 2 പേരും എന്താ പറയുക, ഇണകൂടലായിരിക്കാം. എന്നുവെച്ചാൽ ഈ ചെറുതാണ് നമുക്കിവിടെ ഫീമെയിൽ, ചെറിയ ആൾ പടം പൊഴിക്കാതെ ചെറിയ ആൾ ഫീമെയിൽ, മറ്റേ ആൾ മെയിൽ. കണ്ടോ, നല്ല നീളത്തിൽ നാക്ക് പുറത്തേക്ക് ഇടുന്നു. കണ്ടല്ലോ, രണ്ടും നമ്മളെ വ്യത്യാസം നോക്കിയുള്ളൂ. രണ്ടുപേരും നമ്മളെ വ്യത്യാസം നോക്കില്ല, രണ്ടുപേരും നമ്മളെ വ്യത്യാസം നോക്കിയുള്ളൂ. ഒരു മിനിറ്റ്, രണ്ടിൻ്റെ പാറ്റേൺ നോക്കൂ. ലോകമെമ്പാടുള്ള മലയാളികളും പാമ്പ് പിടുത്തക്കാരും പാമ്പ് സംരക്ഷകരും അതുപോലെ തന്നെ പാമ്പ് സംരക്ഷകരിൽ തന്നെ നമ്മളോടൊപ്പം കൂടി ഒത്തിരി പേരുണ്ടായിരുന്നു. ബൈജു പട്ടവണ്ണ പുള്ളിയെല്ലാം വിയോഗപ്പെട്ടു പോയി. എന്നാലും അവർക്കൊക്കെ ഈ അവസരത്തിൽ 1200ാമത്തെ എപ്പിസോഡിൽ നമ്മുടെ കേരളത്തിൽ ഞങ്ങൾ തുടങ്ങിയതിനു ശേഷമുള്ള വന്ന വിയോഗപ്പെട്ട് യാത്രയായ എല്ലാ പാമ്പ് സംരക്ഷകരായിരുന്ന വിയോഗപ്പെട്ടു പോയവരുടെ ആത്മാവിന് നമ്മൾ ഈ അവസരത്തിൽ ഞങ്ങളെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലെ മുഴുവൻ പേരുടെയും പ്രണാമം അർപ്പിച്ചുകൊണ്ട് 1200ാമത്തെ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ 3 അതിഥികൾ, ചേരാതിഥികളുണ്ട്, മൂർഖൻ. അപ്പോൾ നമ്മൾ ഒരുപാട് പുറത്തുണ്ട്. അപ്പോൾ നമ്മൾ അവരെ കാണിക്കാതെ പോകുന്നത് ശരിയല്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇവരെയൊക്കെ 3 അതിഥികളെ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്കിന്ന് 3 അതിഥികളാണ്. പക്ഷേ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം മൂർഖൻ. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ 1200ാമത്തെ എപ്പിസോഡ് നമ്മൾ അതിഥിയുടെ പടത്തിൽ ചട്ടയിലുണ്ടാകുന്നൊരു വ്യത്യാസം, ടൈഗർ ബട്ടർഫ്ലൈയുടെ കഴുത്തിലുള്ള അതേ മാർക്കാണ്, ആ പടത്തിലുള്ള അതേ മാർക്കാണ് അദ്ദേഹത്തിന്. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. നമ്മൾ ആദ്യം ചേര അതിഥി ഒന്ന് ചാക്കിലാക്കുകയാണ്. അതെങ്ങനെ തരാം, ചേര അതിഥി ഞാൻ ചാക്കിലാക്കുകയാണ്.
യാത്ര തുടങ്ങിയിട്ട് 12 വർഷമാവുന്നു. അതിൽ ഇന്നത്തെ എപ്പിസോഡ് 1200ാമത്തെ എപ്പിസോഡിൽ നമുക്ക് 2 ചേരാതി ഒരു മൂർഖനെ സമ്മാനിച്ച രജിത്ത് അവർക്കും നമ്മുടെ ഈ കുടുംബത്തിലെ ഈ വീട്ടംഗങ്ങൾ, കാരണം അവരെ നമുക്ക് നമ്മൾ പ്രശ്നം ഒരിക്കലും മറക്കത്തില്ല. 1200 പറയുമ്പോൾ ഒരു ഡോട്ട് ലോകത്ത് ഒരിക്കലും ഒരു ചാനലും ചെയ്തിട്ടില്ലാത്തൊരു പ്രോഗ്രാം 1200 എപ്പിസോഡ് വന്യമൃഗങ്ങളെക്കുറിച്ചുള്ളൊരു പ്രോഗ്രാം. അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തിനെ ചാക്കിലാക്കിയിട്ട് ബാക്കി വിശേഷം പങ്കുവെക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ രജിത്തിൻ്റെ പാമ്പെ കയറിക്കാം. നമ്മുടെ പ്രേക്ഷകർക്ക് എപ്പോഴും പ്രേക്ഷകർ മറക്കാണ്ട് ഒരു സാധ്യതയില്ലാത്ത അത് പറഞ്ഞ ഉടനെ അദ്ദേഹം അനുസരണയുള്ള കുട്ടി പോലെ ഇത് അനുസരണയുള്ള കുട്ടിയെ പോലെ അദ്ദേഹം ചാക്കി കയറി. സന്തോഷം. പ്രായം എൻ്റെ ആണോ? പാമ്പിൻ്റെ മൂർഖൻ്റെ പുള്ളിക്ക് മൂർഖൻ്റെ പ്രായം അറിഞ്ഞാൽ ചേരയുടെ പ്രായം അറിയണ്ട കേട്ടോ. മൂർഖൻ്റെ എല്ലാവർക്കും കൗതുകം എന്നാണ് എപ്പോഴും പത്തിയെടുത്ത് നിൽക്കുന്നത്, അങ്ങനെ വിശാലമായിട്ട് നിൽക്കുന്നതെല്ലാം കാണാൻ എന്നും കൗതുകം. ലോകത്തൊരിക്കലും മനുഷ്യന് കണ്ടാൽ കൊതി തീരാത്ത 2 അത്ഭുതങ്ങൾ. ഒന്ന്, ലോകത്ത് എപ്പോഴും ആനയ്ക്ക് എപ്പോഴും ഒരു കൗതുകമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ എത്ര കണ്ടാലും അമ്പലത്തിൽ പോയാലും എത്ര കണ്ടാലും ആറാട്ട് പോയാലും ആൾക്കാരൊക്കെ കാണുമ്പോൾ എന്നും ആനയെ കാണാൻ കൊതിയുണ്ട്. അതുപോലെ പാമ്പ് അതിഥികൾ എത്ര കണ്ടാലും കൊതി തീരത്തില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട രജിതവറുകൾ ചോദിച്ചു നമ്മുടെ മൂർഖൻ അതിഥിക്ക് എത്ര പ്രായം ഉണ്ടെന്നാണ്. അതിനൊരു 8 വയസ്സിനടുത്ത് പ്രായം വരും, 7-8 വയസ്സിനടുത്ത് പ്രായം വരും. ചേരകൾ നല്ല ടയേർഡാണ്. ചേരകൾക്കും ചേര പെണ്ണാണ്, വലുത് ആണാണ്. സാധാരണ തിരിഞ്ഞാണ് വരുന്നത്. അതും ആ പെണ്ണിൻ്റെ ശേഷം 4 വയസ്സിന് മേളിൽ പ്രായമുണ്ട്, മറ്റേ 6 വയസ്സിന് മേളിൽ പ്രായമുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെ കോളിലേക്ക് വിളിച്ച് നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തിന് ചേരകൾ ഒന്നേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ, അല്ലാതെ കളർ ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു കളറാണ്. അതുപോലെ ഒരു ഇനത്തിൽ തന്നെ കളർ വ്യത്യാസം ഉണ്ടാകും. അല്ലാതെ മഞ്ഞച്ചേര ചുവന്നര അങ്ങനെയൊന്നുമില്ല. പിന്നെ കാട്ടിൽ ഇവിടെ കറുത്ത കളർ ചേര, അതിനെ കരിഞ്ചേര, ഇവിടെ കരിഞ്ചേരയൊന്നുമില്ല, സാധാ ചേര. പടം പൊഴിക്കാറാകുമ്പോൾ ഒരു കളർ മാറും. എപ്പോഴും ചേരകൾ മാത്രം, അതേ ദിനം പാമ്പുകൾ മാത്രമേ ഇണ ചേരാറുള്ളൂ. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് നമ്മുടെ പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ സപ്പോർട്ട് ഇത്രയും നല്ല 1200 എപ്പിസോഡ് വരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും ഇനി വരും നാളുകളിൽ അങ്ങോട്ട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് താഴ്മയായിട്ട് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ 1200ാമത്തെ എപ്പിസോഡിൽ ലോകമെമ്പാടുമുള്ളവർക്ക് ഒരു ബിഗ് സല്യൂട്ട്. അത് ഈ കുടുംബത്തിന് നന്ദി. ഈ നമ്മുടെ രജിത്ത് അവർ വന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ കൂടിയെന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ കൗമുദിയുടെ മുഴുവൻ അണിയറ പ്രവർത്തകർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. കാരണം ഞാൻ മാത്രം വിചാരിച്ചാൽ ഒരു പ്രോഗ്രാം മുന്നോട്ട് പോവുകയില്ല. ക്യാമറ ക്രൂ അല്ലെങ്കിൽ ഡ്രൈവർ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡ്യൂസറിനെ പറയാതിരിക്കാൻ പറ്റില്ല. പറയുമ്പോൾ ഒരുപാട് പറയുന്നത് നമ്മൾ അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മുടെ പ്രോഗ്രാം തുടങ്ങി 12 വർഷമാകും. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരുമിച്ചുള്ളത് ഞങ്ങളാണ്. ഞങ്ങൾ രണ്ടുപേരും. പിന്നെ അത് കഴിഞ്ഞ് കണ്ണൻ, അതുപോലെ നമ്മുടെ സുമേഷ്, അതുപോലെ നമ്മുടെ ഒരുപാട് അനു, അതുപോലെ മഹേഷ്, മറന്നുപോകുന്ന ഇവരെല്ലാം നമുക്ക് ആദ്യം തൊട്ടുള്ളവരാണ്. പ്രോഗ്രാം എഡിറ്റ് ചെയ്യുന്നവർ, നമ്മുടെ വണ്ടി ഓടിച്ച് നമ്മളെ സമയത്തിനുണ്ട് എത്തിക്കുന്നവർ, ഇവർക്ക് എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി ലോകമെമ്പാടുമുള്ള കൗമുദി പ്രേക്ഷകർക്ക് നന്ദി. നമസ്തേ.